ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 9. ദൈവത്തിനു വേണ്ടിയുള്ള നല്ല പ്രശ്നം. മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം. ഒരു ദിവസം 6-ാം ക്ലാസ് വിദ്യാർത്ഥി ഒരു സഹപാഠി ചെറിയ കത്തി ഉപയോഗിച്ച് തൻ്റെ കൈ മുറിക്കുന്നത് ശ്രദ്ധിച്ചു. ശരിയായത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്ന് കത്തി വാങ്ങി എറിഞ്ഞു. അതിശയകരമെന്നു പറയട്ടെ, അഭിനന്ദനത്തിനു പകരം അവൾക്ക് 10 ദിവസത്തെ സസ്പെൻഷൻ ലഭിച്ചു. എന്തുകൊണ്ട്? അവളുടെ കൈവശം കത്തിയുണ്ടായിരുന്നു, സ്കൂളിൽ അനുവദനീയമല്ലാത്ത ഒന്ന്. ഇനി അങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യത്തിന് അവളുടെ മറുപടി, എനിക്ക് പ്രശ്നമുണ്ടായാൽ പോലും ഞാൻ അത് വീണ്ടും ചെയ്യും എന്നായിരുന്നു. നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി അവളെ കുഴപ്പത്തിലാക്കിയതുപോലെ, അതായത് അവളുടെ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ചു. യേശുവിൻ്റെ ദൈവരാജ്യ ഇടപെടൽ അവനെ മതനേതാക്കളുമായി പ്രശ്നത്തിലേക്ക് നയിച്ചു. കൈ വരണ്ട ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തിയത് തങ്ങളുടെ നിയമങ്ങളുടെ ലംഘനമായി പരീശന്മാർ വ്യാഖ്യാനിച്ചു. ശബ്ബത്തിൽ മൃഗങ്ങളെ പരിചരിക്കാൻ ദൈവജനത്തിന് അനുവാദമുണ്ടെങ്കിൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ എന്ന് ക്രിസ്തു അവരോട് പറഞ്ഞു. അവൻ ശബ്ബത്തിൻ്റെ കർത്താവായാൽ അതിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും നിയന്ത്രിക്കാൻ യേശുവിന് കഴിയും. അത് മതനേതാക്കളെ വ്രണപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നിട്ടും അവൻ ആ മനുഷ്യൻ്റെ കൈ സൗഖ്യമാക്കി. ചില സമയങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസികൾ നല്ല കുഴപ്പത്തിൽ അകപ്പെട്ടേക്കാം. അവനെ ബഹുമാനിക്കുന്നതും എന്നാൽ ചില ആളുകളെ സന്തോഷിപ്പിക്കാത്തതും ചെയ്യുന്നത് അവർക്ക് പ്രശ്നം സൃഷ്ടിക്കും. ദൈവം നമ്മെ നയിക്കുന്നതുപോലെ ആവശ്യത്തിലിരിക്കുന്നവരെ നാം സഹായിക്കുമ്പോൾ നാം യേശുവിനെ അനുകരിക്കുകയും നിയമങ്ങളെക്കാൾ ആചാരങ്ങളെക്കാളും ആളുകൾ പ്രധാനമാണെന്ന് വെളിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ചിന്തിക്കുക, നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് ദയ കാണിക്കാനാകും? ദൈവത്തിനു വേണ്ടി പ്രശ്നങ്ങളിൽ അകപ്പെടാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് എന്തുകൊണ്ട്? ദൈവത്തിന് മഹത്വം.